വളരെ നല്ലത്. ഞാൻ അവനെ പോയി കണ്ടോളാം. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും ഓഫീസർ. എന്തൊക്കെയുണ്ട് വിശേഷം? വലൈക്കും അസ്സലാം. എനിക്ക് സുഖാണ്. ബംഗ്ലാദേശിലേക്കുള്ള ദൂരം എത്ര? മുഴുവൻ 1,47,570 കിലോമീറ്റർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൊക്കി നഗറിലേക്കുള്ള ദൂരം എത്ര? 1600 കിലോമീറ്റർ. അപ്പം നിങ്ങൾക്ക് 1600 കിലോമീറ്റർ നോക്കാൻ പറ്റുന്നില്ലേ? 1,47,570 കിലോമീറ്റർ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവില്ല. ഏത് സമയത്തും ഈ ലൊക്കി നഗറിൽ തന്നെ ഇരുന്നാൽ മതിയോ? നിങ്ങൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് വളരില്ലേ? SP, DIG, IG ഒക്കെ ആവില്ലേ? അന്ന് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? ഞാൻ ഒന്നുകൂടെ പറയുക, ദേവൻ ബാറുടെ മൃതശരീരവുമായിട്ട് നിങ്ങൾ ഇനി എത്ര നാള് മല്ലടിക്കും? ഇത്രയും നാൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് ദേവൻ ബാറിന്റെ ഡെഡ് ബോഡി ഇങ്ങോട്ടേക്ക് അയക്കേ. മനസ്സിലായി, ഞാൻ നോക്കിക്കോളാം. അയ്യോ ചേട്ടാ, എന്റെ ചേട്ടൻ ഇങ്ങനെ സംഭവിച്ചല്ലോ. ഞാനിതെങ്ങനെ സഹിക്കും? ഞാൻ അങ്ങനെ മോനെ പോരാ. തീർച്ചയായിട്ടും എനിക്ക് വേണം ഈ ഡെഡ് ബോഡി. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, എനിക്ക് ഇങ്ങനെ ബോഡി വേണം കേട്ടോ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഞാനിതെങ്ങനെ സഹിക്കും? നമ്മളെല്ലാവരും വിട്ടിട്ട് പോയി. ഇനി ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യൂ? എനിക്കറിയില്ല. ഞാൻ എന്ത് പാവമാ ചെയ്തത്? ഇവനെ ഇങ്ങനെ ചെയ്തത് അതാരായിരുന്നാലും ശരി, അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഭാസ്കർ, മിന്റോയ്ക്ക് ഫോൺ ചെയ്യേ. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. മിന്റോ, മൃതയുടെ അനിയന് പകരമായിട്ട് വേണമെങ്കിൽ എന്റെ അനിയനെ കൊന്നു. റോസിനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും 24 മണിക്കൂറിനുള്ളിൽ എനിക്കറിയണം. പറഞ്ഞ മനസ്സിലായോ? പല വർഷങ്ങൾക്ക് ശേഷം ലോക്കി നഗറിൽ ഇന്നൊരു ഡെഡ് ബോഡി വീണിരിക്കുക. ഇവനെയും കൊന്നു കെട്ടിയിട്ട് മേളിലേക്ക് അയക്കാനാണ് എന്റെ തീരുമാനം. പക്ഷെ ഈ സെക്കൻഡിൽ എന്നെ തീരുമാനം മാറി. ഇവന്റെ ബോഡി ഒരു ഫ്ലൈറ്റിൽ അയച്ച് നേരെ നിന്റെ അടുത്തേക്ക് അങ്ങ് എത്തിച്ചേക്കാം. ഈ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ശരി, ഓക്കെ. അയ്യോ, അടിക്കലേ, വേണ്ട വേണ്ട, അടിക്കലേ, ഒന്നും ചെയ്യലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യലേ സാറേ. വേണ്ട സാറേ, സാറേ വേണ്ട സാറേ. സാറേ ഒന്ന് പറ സാറേ. ആരെയില്ലോക്ക അവനെന്തോ ഈ കാര്യത്തില് വേറെന്ത് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ലോക്കി നഗറിലെ ഞാൻ പറയുന്നത് അനുസരിക്കാത്ത ഒരുത്തരം ജീവനോണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ കൊന്നുകളയും ഞാൻ. ഞാൻ റൂൾസ് പാലിക്കാതിരിക്കില്ല. റൂൾസ് ഫോളോ ചെയ്യേണ്ടതാണ്. തീയ്, വെള്ളം, കൊടുങ്കാറ്റ് എന്നിവയൊക്കെ എന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവയൊക്കെ ഞാൻ മറക്കും. അവന്റെ ആൾക്കാർ 10 പേരുണ്ടെങ്കിൽ പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നിയമത്തെ പറ്റി ചിന്തയോ പേടിയോ ഒന്നുമില്ല. എനിക്ക് അവനെ കിട്ടണം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഓഫീസർ, 24 മണിക്കൂറൊക്കെ വളരെ കൂടുതലാണ്. ദിവസം തീരുന്ന മുമ്പ് തന്നെ അവനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. വാപ്പാ, ഞാൻ പോയിട്ട് വരാം. ആ ശരി, സൂക്ഷിക്കണം കേട്ടോ. നിനക്ക് മൊത്തം എത്ര റോസാ വേണ്ടത്? ചുവപ്പ് റോസ്, പച്ച റോസ്, മഞ്ഞ റോസ്,
എനിക്ക് എല്ലാ റോസിന്റെയും മണം ഇഷ്ടപ്പെട്ടിരിക്കുക. എല്ലാ റോസിനെയും കൊല്ലുന്നത് എനിക്ക് ഇഷ്ടമാ. ഈ ലോക്കി നഗറിലെ റോസിനെയൊക്കെ കൊല്ലുന്നതാണ് ഇനി എന്റെ പ്രധാനപ്പെട്ട ജോലി തന്നെ. നീ എത്രയൊക്കെ കെയർഫുൾ ആയാലും എന്റെ കൺവിട്ടത്തെങ്ങാനും വന്ന് പെട്ട പിന്നെ നിനക്കൊരു തിരിച്ചുപോക്കില്ല. നിന്നെ കൊല്ലാൻ പോവാ. ഞാൻ ലോക്കി നഗറിലെ 100% ലോക്കൽ റോസാടാ. എന്തിനാണോ ഇവിടെ സിനിമ ഡയലോഗ് ഒക്കെ പറയുന്നേ? നഗർ വിദ്യയും കൊയറയുടെ ഗസ്റ്റ് ഡൈക്കയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് അത് കാണാൻ സിനിമ പോലെ ഉണ്ടായിരുന്നു. അത് അവസാനിച്ചെന്ന് കരുതിയോ? ഇല്ല, ആ സിനിമയ്ക്ക് ഇനിയും ഒരു അവസാനം ഉണ്ടായിട്ടില്ല. ആ സിനിമ അവസാനിപ്പിക്കാൻ പോകുന്നത് ഈ ഞാനാ. ഇപ്പൊ തന്നെ അവനെ അടിച്ച് കൊന്നിട്ട് അവന്റെ പേരിലൊരു സിനിമ ഇട്. ആരടാ നീ? ബൊക്കാരി അവന്റെ വില്ലിൽ നിന്നും ഇതുവരായിട്ട് അമ്പ് ചെയ്തിട്ടേ ഇല്ല. ചിലപ്പോ ആ ബൊക്കാരി അമ്പുമായി ഒട്ടിക്കാണുമെന്നാ എന്റെ മനസ്സിൽ തോന്നുന്നത്. ശരീരത്തെക്കാളും പ്രധാനമാവില്ല. അതിന് ഞാൻ അവളെ അയച്ചോളാം. അവളൊരു ഡോക്ടറാണ്. നിങ്ങൾ എന്റെ ചേട്ടത്തിയെ പറ്റിയാ പറയണമെന്നാണ് തോന്നുന്നത്. അവൾ ഓൾറെഡി അവളുടെ പേര് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് അവളെ അങ്ങനെ മൊത്തത്തിലങ്ങ് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ഞാൻ അവളുടെ കൂടെ ഇരുന്നേ പറ്റൂ. കാരണം എന്റെ ജോലി അവസാനിച്ചിട്ടില്ല. ഞാനിനി ഒരു ഒഴിവ് കഴിവുകളും പറയില്ല. യുദ്ധം നടക്കും തോറും ഒരുപാട് പേര് ജനിക്കും. അങ്ങനെ ഒരുപാട് പേര് പിറക്കുമ്പോൾ ധ്യാൻബരിയുടെ പ്രശസ്തി വർദ്ധിക്കും. അതിനെന്താണോ വേണ്ടത് അത് ചെയ്യണം.